അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൻ്റെയും പകലിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ സ്വലാത്തുകൾ കാണാൻ, നമ്മുടെ സ്വലാത്ത് ഇങ്ങനെ വീക്ഷിക്കാൻ മുത്തുനബി നോക്കിയിരിക്കുന്ന നിമിഷം. ആ സമയത്ത് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുമ്പോൾ മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടം ലഭിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറൂലേ? എത്ര വലിയ അനുഗ്രഹമാണ് നമ്മളിലേക്ക് പെയ്തിറങ്ങാൻ പോകുന്നത്. അള്ളാഹു അങ്ങനെ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരുടെയും കൽബിൽ ഒരുപാട് മുറാദുകളുണ്ട് അല്ലേ? സങ്കടങ്ങൾ, ഒരുപാട് മുറാദുകൾ അല്ലേ? ഒരുപാട് വേദനകൾ, അസുഖബാധിതരുണ്ട്, ജയിലിൽ പെട്ടുപോയവർ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ, ജീവിതമാകെ കുടുസായി പോയി കടക്കണിയിൽ പെട്ടുപോയവർ. വിഷമിക്കണ്ട, നല്ല നീയത്തിലിരിക്കുക. ഈ സദസ്സ് കഴിയുമ്പോഴേക്ക് പടച്ചോനെ എൻ്റെ മനസ്സിന് സമാധാനം തരണേ അല്ലാ, എൻ്റെ ദുആയിന് ഉത്തരം തരണേ അല്ലാ എന്നുള്ള നല്ല ബോധ്യത്തിലിരിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകട്ടെ. നമുക്ക് ആദ്യം തന്നെ അതിവിശിഷ്ടമായ സ്വലാത്തുൽ ഫാത്തിഹ് ഒന്ന് ചൊല്ലാം. സ്വലാത്തുൽ ഫാത്തിഹ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമേകുന്ന സ്വലാത്ത്, നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന സ്വലാത്ത്, വേദനകളെ നീക്കുന്ന സ്വലാത്ത്, പ്രതിസന്ധികളിൽ നിന്ന് കൈപിടിക്കുന്ന സ്വലാത്ത്. അത്ഭുതമാണ് സ്വലാത്തുൽ ഫാത്തിഹ്. ഒരു 11 പ്രാവശ്യം നമുക്ക് ഒരുമിച്ചൊന്ന് ചൊല്ലാം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് അന്നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി ഹഖ്ക ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم.
اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. അർഹമുറാഹിമായ കരുണക്കടലായ അല്ലാഹ്, ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച രാവിൻ്റെയും പകലിൻ്റെയും എല്ലാം ബറക്കത്ത് കൊണ്ട് യാ റബ്ബനാ ഞങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കണയല്ല, സങ്കടങ്ങൾ അകറ്റണയല്ല, മനോവേദനകൾ നീക്കണയല്ല. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സാക്കണേ അല്ലാ. ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് കാവൽ തേടിക്കൊണ്ട് പ്രത്യേകം ദുആ വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കണ്ണേറും, അതുപോലെ തന്നെ കണ്ണേർ കൊണ്ട് സിഹർ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്ര ആളുകളല്ലേ, എല്ലാ ഷെറുകളും നീങ്ങിക്കിട്ടാൻ മനസ്സറിഞ്ഞ് ചൊല്ലിക്കുന്ന ഒരുമിച്ച് നമുക്ക് ചൊല്ലാം ഒരു 11 തവണ. أعوذ بكلمات الله التامات من شر ما خلق. 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 ഈ ദിക്റിൻ്റെ ബർക്കത്തുണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി തരട്ടെ. സിഹർ, കണ്ണേർ പോലുള്ള പൈശാചികതയിൽ നിന്ന് അള്ളാഹു കാവൽ തരട്ടെ. അപ്പം എല്ലാവരും കഴിയുന്നത് പോലെ ഒരു 11 തവണയെങ്കിലും ഈ ദിക്ർ ഡെയിലി പതിവാക്കണം കേട്ടോ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പിന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ അപകടങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കൈപിടിക്കാൻ, നമ്മൾ പെട്ടുകിടക്കുന്ന പ്രയാസം ഏതാണോ, കടക്കണിയാണോ, എന്ത് പ്രയാസത്തിലാണോ നമ്മളുള്ളത്. ഒരു സഹോദരി കരഞ്ഞുകൊണ്ട് ഒരു ഉസ്താദ്, എൻ്റെ കുട്ടി, എൻ്റെ മകൾ ഒരു അന്യ ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലാണ്, ഒന്ന് നന്നായി കിട്ടാൻ ദ്വാരക്കണം എന്നാണ്. മക്കളെ, ചെറുപ്രായത്തിൽ തോന്നുന്നതൊന്നും പ്രണയമല്ല അല്ലേ. സൈക്കോളജിക്കലി അതൊക്കെ വെറും ഒരു അഫെക്ഷൻ മാത്രമാണ്. അതാ ഒരു തൊലിവിളപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ ഇഷ്ടം തോന്നിയിട്ടുണ്ടാകുന്ന സംഗതിയാണ്. പിന്നീട് കല്യാണമൊക്കെ കഴിഞ്ഞ് ആ ഇഷ്ടങ്ങളൊക്കെ ഇല്ലാതെയാവും. പിന്നെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ഹൈറായ നിലക്ക് അള്ളാഹു തൃപ്തിപ്പെട്ട രീതിയിൽ ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. അപ്പം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പടച്ചോൻ നമ്മളെ കൈപിടിക്കാൻ അതിവിശിഷ്ടമായൊരു ദിക്ർ പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഹദീസിലൂടെ. മനസ്സറിഞ്ഞൊരു 11 തവണ നമുക്കൊന്ന് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله
لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. എല്ലാ കുടുക്കിൽ നിന്ന് നമ്മൾ പെട്ടുകിടക്കുന്നത് ഏത് പ്രതിസന്ധിയിലാണോ ആ പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹു നമ്മളെ കൈപിടിക്കട്ടെ. ഒരുപാട് ആളുകൾക്ക് ടെൻഷൻ, സ്ട്രെസ്, ഡിപ്രഷൻ. എന്തിനാണതൊക്കെ? പടച്ചോന് വിധിച്ചതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വല്ലതും സംഭവിക്കുമോ? നമ്മൾ കരഞ്ഞത് കൊണ്ട്, ടെൻഷൻ അടിച്ചത് കൊണ്ട് ജീവിതത്തിൽ വല്ല മാറ്റം ഉണ്ടാവും? ആ നേരം എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നിന്നോക്കി അള്ളാഹ് നമ്മളെ കൈവിടൂല. മനസ്സറിഞ്ഞ് ചൊല്ലിക്ക് 11 പ്രാവശ്യം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, 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 لا حول ولا قوة إلا بالله، 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 لا حول ولا قوة إلا بالله. അല്ലാഹു റബ്ബുൽ ആലമീൻ എത്ര വലിയ ടെൻഷനാണെങ്കിലും നമ്മൾ ഒരുമിച്ച് ചൊല്ലിയ ഈ ദിക്റിൻ്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ കൈപിടിക്കട്ടെ. അക്കൂട്ടത്തിൽ എല്ലാ പ്രയാസങ്ങളും നീങ്ങാൻ സ്വതക്ക, ഹദിയ, ഇത് വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച രാവും പകലൊക്കെ നമ്മൾ സ്വതക്ക ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം മാറിമറിയാൻ അത് മതി അല്ലേ? നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് പലരും ഹദിയ ചെയ്യുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ ഹദിയകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ നേരിട്ട് നോക്കുന്ന നിമിഷങ്ങളാണ്. അള്ളാഹു അത് കബൂൽ ചെയ്യട്ടെ. മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിക്ക്. ആദി ഔവൽ മഹിദരായി പാടച്ചു വെച്ച മുഹമ്മദാർ, ബദ്രിലും ബദലെങ്കിടുന്നോരെ കാണുവാൻ വിധിയേകല്ലാ. മക്ക മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സൂനമേ, ഇഷ്ഖറിയാതെ സ്നേഹി പാടുന്നു സ്നേഹഗീതവും കേൾക്കണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ആറ്റലായൊരു അഷ്റഫുൻ നബി പാടിയിടുന്നീവർ ആശയായി, ആഗ്രഹങ്ങളേറെയുണ്ട് കുബ്ബചാരത്തിൽ ചൊന്നിടാൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്.
പാപമാലെ കറുത്തു പോയൊരു കൽബും കൊണ്ടിവർ വന്നിതാ. പാപഭാരങ്ങൾ തീർത്ത് കൽബകം റഹ നൽകണേ സയ്യിദി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മഹ്ശറാ മണ്ണിൽ അണയും നേരത്ത് കൈവേടിയല്ലേ യാ നബി. മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നു രത്തോരാണെൻ്റെ വാരിദി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഹൗളിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ. അതിമോഹമാണെന്നറിയാം തങ്ങളെ കൈവേടിയല്ലേ ഞങ്ങളെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്തോടെ എല്ലാ മുറാദുകളും ഹാസിലാക്കട്ടെ. ഒരുപാട് സങ്കടങ്ങളാണ് കമന്റ് ബോക്സ് മുഴുവൻ. നമ്മുടെ കൽബിലുള്ള മുറാദുകൾ അറിയുന്ന റബ്ബ് ഈ സദസ്സിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു നമുക്ക് സമാധാനം തരട്ടെ. മനസ്സറിഞ്ഞുകൊണ്ട് ആമീൻ പറയാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനേ. ഇതിന്റെ മിഥില് സവാബ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ മദദ് നൽകണേ അല്ലാഹ്, നുസ്റ നൽകണേ അല്ലാഹ്, നദറ നൽകണേ അല്ലാഹ്. ഹബീബാൽ സന്തോഷിക്കുന്ന സദസ്സാക്കണേ അല്ലാഹ്. യാ റബ്ബന, ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, ചൊല്ലിയ സ്വലാത്തിന്റെ അധികാറുകളുടെ ബറക്കത്ത് കൊണ്ട് മനസ്സമാധാനം നൽകണേ അല്ലാഹ്. സമാധാനത്തോടെ കിടന്നുറങ്ങാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. കടക്കണിയിൽപ്പെട്ടവരുണ്ട്, മോചനം നൽകണേ അല്ലാഹ്. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഹലാലായ വരുമാനം നൽകണേ അല്ലാഹ്. യാ റബ്ബന, വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം നീ നൽകണേ അല്ലാഹ്. വീട് നിർമ്മാണം തുടങ്ങിയവരുണ്ട്, എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബ ബന്ധം നീ മനോഹരമാക്കണേ അല്ലാഹ്. കുടുംബത്തിൽ ഐക്യം നൽകണേ അല്ലാഹ്. ഛിദ്രതകളിൽ നിന്ന് കാവലേകണേ അല്ലാഹ്. യാ റബ്ബന, പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, ആബിദീങ്ങളാക്കണേ അല്ലാഹ്. മാതാപിതാക്കളോട് അദബുള്ള സന്താനങ്ങളാക്കണേ അല്ലാഹ്. യാ റബ്ബന, ഉമ്മാടെ നെഞ്ചു നോക്കി ചവിട്ടുന്ന മക്കളാക്കല്ലേ അല്ലാഹ്. ഉപ്പാടെ കഴുത്തിന് പിടിക്കുന്ന മക്കളാക്കല്ലേ അല്ലാഹ്. അദബുള്ളവരാക്കണേ അല്ലാഹ്. പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ജീവിതം തകർന്നു പോയവരുണ്ട്, പൈശാചികത കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സമാധാനം നൽകണേ അല്ലാഹ്. യാ റബ്ബന, എത്ര അസുഖബാധിതരാണ് ഞങ്ങളിൽ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിലുള്ളത്. എല്ലാവർക്കും പരിപൂർണ സൗഖ്യം നൽകണേ അല്ലാഹ്.
ആജിലായ ശമനം നൽകണയല്ല. മാരക രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലയല്ല. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്ന രോഗങ്ങളെ തരല്ലയല്ല. മരിക്കുവോളം ആഫിയത്തോടെ നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീക്ക് നൽകണയല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ പലരും ഇന്ന് ഖബറിലാണ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ, ഖബറിടം വെളിച്ചമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഞങ്ങളാരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് കാവലേകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ടൊരുമിപ്പിക്കണേ അല്ലാ. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. കൃത്യം 6 മണിക്ക് രാവിലെ മുടങ്ങാതെ സ്വബാഹുലറിൽ പങ്കെടുക്കണം കേട്ടോ. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ, നമ്മളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, എല്ലാ മുറാദുകളും ഹാസുലാക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.